ഹലോ ഗെയ്സ്, നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഇത്തവണ കേരളത്തിന് അകത്തല്ല, പുറത്തേക്കാണ് നമ്മുടെ യാത്ര. അതെ, തമിഴ്നാട്ടിലേക്ക് തന്നെ. കേരള ബോർഡർ കടന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് അതിമനോഹരമായ നെട്ട എന്ന ഗ്രാമത്തിലേക്കാണ്. പുഴകളാലും കുന്നുകളാലും ചുറ്റപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു അത്. കുറേ സമയം ഞങ്ങൾ അവിടെ ചിലവിട്ടതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്കാണ്. വാഹനം മുകളിലായി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു 50 രൂപയാണ് പാർക്കിംഗ് ടിക്കറ്റായി വാങ്ങിയത്. വേനൽക്കാലമായതിനാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ കുറവായിരുന്നു. എന്നിരുന്നാൽ പോലും വളരെ മനോഹരമായിരുന്നു ഈ സ്ഥലം. ചെറിയ അളവിൽ ജലം താഴേക്ക് പതിക്കുന്നുമുണ്ട്. വെള്ളം ഒഴുകിച്ചെന്ന് പതിക്കുന്നത് ഒരു പാറക്കൂട്ടത്തിലേക്കാണ്. അതിന് സൈഡിലായി തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുമുണ്ട്. അതിന് ചുറ്റുമുള്ള മതിലുകൾ കലാസൃഷ്ടികളാൽ അലങ്കൃതമായിരുന്നു. ഞങ്ങൾ കുറേ സമയം ഇവിടെയെല്ലാം ചുറ്റി നടന്ന് കാണുകയുണ്ടായി. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുത്ത് വേണം ഇറങ്ങാൻ. പിന്നീട് നമ്മൾ അവിടെ നിന്ന് എത്തിച്ചേർന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ്. ഇതിന് ഉള്ളിൽ പ്രവേശിക്കാനായി 50 രൂപ ടിക്കറ്റ് എടുത്തു. ഫോട്ടോ എടുക്കണമെങ്കിൽ 10 രൂപയുടെ ടിക്കറ്റും എടുക്കണം. അതിമനോഹരമായിരുന്നു കൊട്ടാരവും നടുമുറ്റവും. പുരാതന വാസ്തുശില്പകലയിൽ നിർമ്മിച്ചിരിക്കുന്ന കൊട്ടാരം. മണിച്ചിത്രത്താഴ് പോലുള്ള പ്രശസ്തമായ ചിത്രങ്ങൾ പലതും ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിന് പുറത്തായി അനേകം കച്ചവട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് കന്യാകുമാരിയിലാണ്. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. 70 രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് ഞങ്ങൾ ബോട്ടിൻ്റെ അടുത്തേക്ക് നടന്നു. ഏകദേശം 1/2 കിലോമീറ്റർ ഇനി കടലിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കടൽ വളരെ ശാന്തമായിരുന്നു. തിരകൾ വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ പാറയിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ വീണ്ടും 30 രൂപ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ചെരുപ്പ് ഉപയോഗിച്ചിട്ടുള്ള പ്രവേശനം അനുവദനീയമല്ല. ചുട്ടുപഴുത്തുള്ള പാറയിലൂടെയായി പിന്നീടുള്ള നടത്തം. ഈ വരച്ചിരിക്കുന്ന വെള്ള വരകളിലൂടെ നടന്നാൽ അധികം ചൂട് കാലിലേൽക്കില്ല. ഞങ്ങൾ കുറച്ച് സമയം വിശ്രമിക്കാനായിരുന്നു. പിന്നീട് കാലിൽ ചൂടേക്കാതിരിക്കാൻ വെള്ള വരയിലൂടെയായി നടത്താം. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിന് അരികിൽ എത്തിച്ചേർന്നു. ഈ പാലത്തിന് നടുവിലായാണ് ഗ്ലാസ് നിരത്തിയിരിക്കുന്നത്. അടിയിലായി കടൽ കാണാം. വളരെ മനോഹരമായ ഒരു അനുഭൂതിയാണിത്. നമ്മളിനി ഇതിനകത്ത് കയറി ഇതിൻ്റെ മുകളിലെത്താനാണ് യാത്ര. അനേകം കൽപ്പടവുകൾ ചവിട്ടി അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നുമുള്ള ചുറ്റുപാടുമുള്ള കാഴ്ച അതിമനോഹരമാണ്. മുകളിൽ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കടൽ വളരെ ശാന്തമായിരുന്നു. കടലിൻ്റെ വിജനതയെ നോക്കി ഞാൻ നിൽക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും താഴേക്കുള്ള നടത്തം. തിരിച്ച് അവിടെ നിന്ന് താഴേക്ക് വന്നു. അവിടെ ക്യൂ നിന്ന് വേണം ബോട്ടിൽ കയറാൻ. അങ്ങനെ ഞങ്ങൾ മറുകരയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നുള്ള കന്യാകുമാരിയുടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. പിന്നീട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. കിലോമീറ്ററുകൾ താണ്ടിയുള്ള യാത്ര. കേരള ബോർഡർ കടന്നപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. രാത്രി ഭക്ഷണം കേരളത്തിൽ നിന്ന് തന്നെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ ഗൈസ്.